2 മാസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് കടലിൽ പോകാൻ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം തയ്യാറെടുക്കുന്നതിൻ്റെ ഊർജ്ജസ്വലമായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നൽകിയത്. എന്നാൽ അതിൽ നിന്ന് പെട്ടെന്നാണ് ഈ നിരോധനം അവസാനിച്ചതോടെ ചാകര തേടി ആഴക്കടലിലേക്ക് പോകാനിരുന്ന ബോട്ടുകൾക്ക് നിരാശ എത്തിയിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിനയായത്. ഇതാദ്യമായാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത്. നല്ല മഴ പെയ്തതോടെ കനത്ത പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ നിരാശയായിരുന്നു ഫലം. കടലും കാറ്റും വീശിയടിച്ചതോടെ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടലിൽ പോകാൻ കഴിഞ്ഞില്ല. കൂട്ടത്തോടെ പുറപ്പെടുന്ന ബോട്ടുകൾ നല്ല കൊയ്ത്തുമായിട്ടാണ് തിരികെ തീരം പിടിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടുകൾ തിരികെ തങ്കശ്ശേരി ഹാർബറുകളിൽ തിരിച്ചെത്തിയത്. ആ വർഷത്തിൽ നല്ല ആദ്യ സംഭവമായിരുന്നു. ഹാർബർ നിരോധനം തുടങ്ങി ആദ്യമുള്ള സംഭവമായിരുന്നു. ഒരു ബോട്ട് പോകാൻ പറ്റിയില്ല. 10-15 ബോട്ട് കയറിപ്പോയി. കയറിപ്പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. അത് ബോട്ടെല്ലാം കൊണ്ടു കയറി കിടക്കുക. എന്നാൽ ആ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. 2 വീനസിൻ്റെ ബോട്ടിൻ്റെ വീനസൊക്കെ മേളിപ്പോയി. അങ്ങനെ അവരെല്ലാം കൊല്ലം കയറി കിടക്കുക. നീണ്ടകര അഴിമുഖം കടക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശക്തമായ തിരയും കാറ്റും ഈ ഭാഗങ്ങളിൽ കൂടുതലാണ്. മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരും ലേലക്കാരും ബോട്ടുകളും വന്നെടുക്കുന്ന ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിൽ നിലവിൽ ആളനക്കമില്ല. കടൽ കനിയുമെന്ന പ്രതീക്ഷയിൽ ഇനി തിങ്കളാഴ്ച മുതലാണ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുക. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.